Okay, അപ്പോൾ നമുക്ക് start ചെയ്യാം. Okay. So, in the last class we have seen what a DDA algorithm is, the basic problems. Okay, right. Now, today's class we'll see what a Bresenham's line algorithm is. Okay, and how does it work? Okay. So, the basic advantage one, right? It is more accurate when compared to your DDA algorithm. And again, it always starts from left and move towards right. എന്ന് വെച്ചാൽ നമ്മൾ യൂസർ രണ്ട് പോയിന്റ്സ് കൊടുക്കുകയാണെങ്കിൽ ഏതാണ് ലെഫ്റ്റ് പോയിന്റ് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ലെഫ്റ്റ് പോയിന്റിൽ നിന്നാണ് ഈ പ്രസന്റ് ഹാൻസ് അൽഗോരിതം തുടങ്ങുന്നത്. ഓക്കെ, അഗെയിൻ ഇത് കുറച്ച് കുറച്ച് ഇൻവോൾവ് ടോപ്പിക്കാണ്. എന്താ ബേസിക്കലി കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ അവർക്ക് ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ ബ്രസൻഹാംസ് അൽഗോരിതത്തിന്റെ ഇക്വേഷൻസ് ഫോം ചെയ്യുന്ന സീരീസ് ഓഫ് ഒരു സെറ്റ് ഓഫ് ഡെറിവേഷൻസ് ഉണ്ട്. ആ ഡെറിവേഷൻ ഫോളോ ചെയ്തിട്ടാണ് ഫൈനൽ ഒരു ഇക്വേഷൻ സെറ്റിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആസ് ഫർ എസ് യു ആർ കൺസേൺഡ് നിങ്ങൾക്ക് ഒരു ലെങ്തി ഡെറിവേഷൻസ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അതുകൊണ്ട് അതിന്റെ ഒരു ബേസിക് തിയററ്റിക്കൽ ലോജിക് പറയാം ആൻഡ് ദെൻ വിൽ പ്രൊസീഡ് വിത്ത് ദ പ്രോബ്ലം. ഓക്കെ, തിയററ്റിക്കൽ ലോജിക്കും അതിന്റെ ബേസിക് ഇക്വേഷൻസും നമുക്ക് കാണാം. എന്നിട്ട് നമ്മൾ പിന്നെ ഒരു പ്രോബ്ലം കൂടെ ചെയ്തതിന്റെ എല്ലാ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി വെക്കാം. ഓക്കെ, സോ അതാണ് ഇന്നത്തെ പ്ലാൻ. ഓക്കെ, കുറച്ചുണ്ട്, കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ അതിന്റെ ലോജിക് ക്ലിയർ ആയി കിട്ടുള്ളൂ. ഓക്കെ, ഐ ട്രൈ മൈ മാക്സിമം. ഓക്കെ, കറക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി നോക്കാം. ഓക്കെ, കാരണം ഡെറിവേഷൻ വരാത്തത്തോളം നമുക്ക് അതിന്റെ ഇൻബിറ്റ്വീൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ബട്ട് യെസ്, വിൽ ട്രൈ. ഓക്കെ, okay, so here let's start with the Bresenham's algorithm. Okay. So basically, Bresenham's algorithm, it is actually used to close the line. Okay, Bresenham's line drawing algorithm. Bresenham's line drawing algorithm. Okay, so Bresenham's algorithm ചെയ്യുമ്പോൾ നമ്മളെ ആസ് എ സെഡ് ഇത് പിന്നെ നമ്മുടെ ഡി ഡി അൽഗോരിതത്തിന്റെ ഇഷ്യൂസ് ഒക്കെ മാറ്റിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, സോ ഫണ്ടമെന്റൽ ഇക്വേഷൻ that is used for this Bresenham's algorithm is the equation of a line. Okay, so the basic fundamental equation that Bresenham's algorithm use equation is your straight line equation, which is y is equal to mx plus c, where m is your slope and c is the intercept. Okay, and where your m is the slope and that is given by delta y by delta x. Okay, so DD algorithm, we have used this delta y and delta x concept to build the intermediate points of a line. Okay, now here we are using some different method. Okay, now so from this equation, this slope equation, ഇതിൽ മൂന്ന് കാറ്റഗറീസ് അല്ലെങ്കിൽ മൂന്ന് കേസസ് ആണ് ബ്രെസൻഹാംസ് അൽഗോരിതത്തിൽ വരുന്നത്. ഓക്കെ, സോ അത് എന്തൊക്കെയാന്ന് പറയാം. സോ one is if your delta y is equal to delta x ആണെങ്കിൽ, okay, if your delta y is equal to delta x, ഈ ഒരു കേസിൽ if your delta y is equal to delta x ആണെങ്കിൽ നമുക്ക് കിട്ടും slope will be equal to എന്താ വരാ പറഞ്ഞോ, slope m will be equal to 1, right? അങ്ങനെയാണെങ്കിൽ എന്റെ ഇൻക്ലിനേഷൻ എന്തായിരിക്കും, സ്ലോപ്പ് 1 ആണെങ്കിൽ എന്റെ തീറ്റ ഇൻക്ലിനേഷൻ എന്തായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെയാണ് എന്റെ ഗ്രാഫ് എങ്കിൽ ഇത് എക്സ് ആണ്, ഇത് വൈ ആണ് എങ്കിൽ എന്റെ സ്ലോപ്പ്, എന്റെ ലൈൻ എങ്ങനെയായിരിക്കും, തീറ്റ എത്ര ആംഗിൾ ആയിരിക്കാം, 45 സോറി കിട്ടില്ല, 45 exactly, right? Yes, so this will give a 45 degree line, right? Right, so theta is equal to 45 degree line. Okay, this is slope is equal to 1, right? Now if suppose so theta is equal to 45 on the first case, equal to 45. Okay, now similarly if
your delta y is greater than delta x, എന്തായിരിക്കും? My slope m will be എന്തായിരിക്കും? Less ആണോ greater ആണോ? Greater than 1. Greater than 1, exactly, right. Greater than, or your way theta will be greater than 45 degree. Okay, so ഇതാണ് അതിന്റെ അടുത്ത കണ്ടീഷൻ. Your m slope will be greater than 1. Now similarly, if delta y less than delta x ആണെങ്കിൽ നമുക്കറിയാം എന്താണ് slope m will be less than 1, theta less than 45 degree. Okay, so ഈ മൂന്ന് കേസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. Less than 45 degree ആണെങ്കിൽ m less than 1. Okay, so ഈ മൂന്ന് കണ്ടീഷൻസ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. Okay, now ഈ മൂന്ന് കേസസിനനുസരിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകും. നമ്മളൊരു റാസ്റ്റർ സ്ക്രീൻ എങ്ങനെയാണ് ഉണ്ടാവാമെന്ന് കാണണം. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ ഒരു സ്ക്രീനിന്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓക്കെ, റാസ്റ്റർ എന്നാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. റാസ്റ്റർ ഇസ് ആക്ച്വലി കറക്ഷൻ ഓഫ് പിക്സൽസ് ആണ് അല്ലെ. നമ്പർ ഓഫ് പിക്സൽസ് വെൻ കമ്പൈൻഡ് വിൽ ഗെറ്റ് എ റാസ്റ്റർ. ഓക്കെ, സോ ഈ സ്ക്രീൻ എങ്ങനെയാണ് ഒരു റെക്ടാങ്കുലർ സ്ക്രീൻ അല്ലെ, ഒരു മോണിറ്റർ സ്ക്രീൻ, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, നൗ this screen you'll find number of pixels, right? So okay, so screen arrangement is something like this. The line proper ആവുന്നില്ല, വരയ്ക്കേണ്ട കുറച്ച് പരിമിതികളുണ്ട്. Okay, vertical lines ആണ്, equally placed ആണ്. Okay, the screen looks something like this. Okay, correct. Now, and let this be 1, 2, 3, 4, 5, 6, 7, 8. So what is 1, 2, 3, 4, 5, 6, 7, 8. Okay, so these are the pixels. Okay, നമ്മളോട് നോക്കിയാൽ ഇത് ഓരോ റീജിയനും ഞാൻ കുറച്ച് എൻലാർജ്ഡ് വേർഷൻ ആയിട്ടാണ് കൊടുത്തത്. These are the pixels. Okay, so ഇതാണ് നമ്മൾ ഈ നമ്മുടെ പിക്സൽസിന്റെ എണ്ണം കൂടുമ്പോൾ എന്താ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിരിക്കും ഫിഗറിൽ അല്ലെ, നമുക്ക് സൂമിങ് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. സോ ഇത് നമ്മൾ പിക്സൽ കൂടുന്നു പറഞ്ഞാൽ എന്താ, ഈ ഒരു അറേഞ്ച്മെന്റ് കുറച്ചുകൂടെ വളരെ 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 ക്ലോസ് ആയിട്ട് വരുന്ന കേസുകളാണ്. നമ്പർ ഓഫ് പിക്സൽസ്, നമ്പർ ഓഫ് ഡോട്ട്സ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പിക്സൽസ് കൂട്ടും, റൈറ്റ്. ഇതാണ് ഒരു ബേസിക് കൺസെപ്റ്റ്. Now, so this arrangement is called a raster arrangement. Okay, it's a collection of pixels. Collection of pixels is called a raster. Okay. Now, so this equation, your equation y is equal to mx plus c എന്ന് പറയുന്ന equation, it is called a vector. Okay, നമ്മുടെ scientific terms it is called a vector. Okay. Now, ഈ ഒരു ഇക്വേഷൻ, ലൈൻഡ് ഇക്വേഷൻ ആസ് സച്ച് നമുക്ക് ഒരിക്കലും ഇതിന്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഈ ഒരു സ്ക്രീനിന്റെ അകത്ത് ഈ ഒരു റാസ്റ്റർ അറേഞ്ച്മെന്റ് അകത്ത് നമുക്ക് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. അപ്പൊ എന്ത് വേണം, യു നീഡ് ടു കൺവേർട്ട് ദിസ് വെക്ടർ ഇൻ ടു എന്താണ് കോർഡിനേറ്റ് പോയിന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. റൈറ്റ്. സോ ദാറ്റ് മീൻസ് യു ഹാവ് ടു ചേഞ്ച് ദിസ് വെക്ടർ ഇൻ ടു റാസ്റ്ററിലേക്ക് മാറ്റണം. ഓക്കെ, റാസ്റ്റർ. ഓക്കെ, ദിസ് പ്രോസസ് ഈസ് കോൾഡ് റാസ്റ്ററൈസേഷൻ. Okay, so you have to convert this equation, okay, basic equation. This equation which is called a vector is to be converted to raster, and the process is rasterization. Okay, now, so now see, as I said, now the three cases are one when your slope m is equal to 1. Okay, see, in order to slope m equal to 1, and if I am drawing a line from 1, 1 to some 7, 7. Okay, 45 ഡിഗ്രി ആകുമ്പോൾ രണ്ട് സ്ഥലം ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. 1, 1 to 7, 7 ഞാൻ ഒരു ലൈൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, 1, 1 എന്ന് പറഞ്ഞ പിക്സൽ പോയിന്റ് നിന്ന് 7, 7 ഉള്ളതിലേക്കുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, സോ ഇഫ് ഐ എം ഡ്രോയിങ് എ ലൈൻ ലൈക്ക് ദിസ്, ഓക്കെ, സി, ഞാനിപ്പോ എക്സ് ആക്സിസിലെ ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ ഇറ്റ് ഈസ് ബിറ്റ്വീൻ എക്സ്. ഈ രണ്ട് പോയിന്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇതിപ്പോ എക്സ് കെത്ത് പൊസിഷൻ ആണെങ്കിൽ ഇത് കെ പ്ലസ് 1th പൊസിഷൻ ആണ് അല്ലെ. എക്സ് കെ ആൻഡ് എക്സ് കെ പ്ലസ് 1ന്റെ അകത്ത് തന്നെയാണ് ഇത് പ്രോപ്പർ ആയിട്ട് ഇത് പ്ലേസ് ചെയ്യുന്നത്. സിമിലർലി പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇത് വൈ കെയും തൊട്ട് തേർഡ് പോയിന്റ് വൈ കെ പ്ലസ് 1 ആണ് അല്ലെ. സോ ഈ ഒരു പിക്സലിന്റെ അകത്ത്
കംപ്ലീറ്റ്ലി ഈ ഒരു റീജിയൻ കംപ്ലീറ്റ്ലി yk to yk plus 1 എന്നുള്ള ആ റീജിയന്റെ അകത്ത് എൻറ്റയർ ലൈൻ അവിടെ പ്രോപ്പർലി പ്ലേസ്ഡ് ആണ്. അതിന്റെ അകത്ത് തന്നെയാണ് കംപ്ലീറ്റ് ലൈനും വരുന്നത്. ഓക്കെ, വെൻ ഇറ്റ് കംസ് ടു യുവർ സ്ലോപ്പ് m 45 ഡിഗ്രി അല്ലെങ്കിൽ കറക്റ്റ് 1 ആവുന്ന കേസിൽ, സ്ലോപ്പ് 1 ആവുന്ന കേസിൽ എല്ലാം പ്രോപ്പർലി പ്ലേസ്ഡ് ആയിരിക്കും വിത്തിൻ ദ പിക്സൽ. റൈറ്റ്. നൗ ദ പ്രോബ്ലം എപ്പോഴാണ് വരുന്നത് വെച്ചാൽ, when I'm taking a line, for example, let me consider the case which is m less than 1 considering. Okay, if I'm taking a line less than 1, so that means a slope which is less than 45 degree, your line will look something like this. Okay, something like this. Okay, now if I consider some point, for example, if I consider this region, okay, so here this is my xk and xk plus 1. Okay, see xk എന്ന് പറഞ്ഞ ലൈനിന്റെയും xk plus 1ന്റെയും in between ആണ് പ്രോപ്പർലി അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. Okay, but when it comes to see ഈ ഒരു റീജിയൻ xk to xk plus 1 എന്നുള്ള റീജിയൻ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, യുവർ yk വാല്യൂസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇത് എടുക്കണ്ട, നമുക്ക് ഇത് എടുക്കാം, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. സെക്കൻഡ് റീജിയൻ എടുക്കാം. ഓക്കെ, സോ കൺസിഡർ ദിസ്. Okay, let's consider this 2 to 3 question. Okay, 2 to 3. 2 to 3. Okay, so let this be your xk plus 1. Okay, xkm xk plus 1. Right. Now, see see this line. Let's see here line segment are considering. Okay, so here segment it is within xk and xk plus 1. Okay, that is fine. Now, when it comes to your yk and yk plus 1, here distance see, you can see the point is intersecting somewhere here, right? Here line segment ഒരു portion, ഒരു ചെറിയൊരു portion മാത്രമേ ഇവിടെ ഉള്ളൂ. Next portion is in this region, right? ഈ അടുത്തൊരു റീജിയനിലേക്കാണ്. എന്ന് വെച്ചാൽ this line segment is shared by 2 halves. Okay, എന്ന് വെച്ചാൽ ഈ ഒരു ഹാഫും ഇതൊരു ഹാഫും, right? Right. Now, so അങ്ങനെ ആവുന്ന കേസുകളിൽ you have to solve this one. നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് നമുക്ക് എടുക്കണം. ഓക്കെ, either yk എടുക്കുക അല്ലെങ്കിൽ yk plus 1 എടുക്കുക. ഓക്കെ, ഇത് എങ്ങനെ സെലക്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉള്ളത്. ഓക്കെ, സോ ദോസ് ഹു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ അത് എത്ര കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ് കാര്യമായിട്ട് വരുന്നത്. So the logic here is, എന്താ ചെയ്യാന്ന് വെച്ചാൽ, let this distance be d1. Okay, let this distance be d1 and let this distance be d2. Okay, so whichever is close. Okay, ഇപ്പൊ ഏതാണ് പിന്നെ d1, if d1 is less than d2 അങ്ങനെയാണെങ്കിൽ you will take yk. Okay, if d2 is less than, എന്ന് വെച്ചാൽ ഏതിനാണോ ഈ ലൈൻ സെഗ്മെന്റ് ക്ലോസ് ആയിട്ടുള്ളത് ആ വാല്യൂ ആണ് നമ്മൾ നെക്സ്റ്റ് വാല്യൂ ആയിട്ട് എടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഏതാണ്ട് ക്ലിയർ ആണോ? എന്റെ കൂടെ ഉണ്ടോ? Yes, sir. Right. Okay. Right. Now, so based on this, we will get 3 cases. Okay, നമുക്ക് 3 cases. ഞാൻ ഈ പറഞ്ഞ പോലെ 3 cases ആണല്ലേ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. 3 cases depending upon the slope. So one is when your slope is equal to 1. Second case is your slope less than 1, and the third case is slope greater than 1. Okay, now slope equal to 1 ആണെങ്കിൽ, okay, see the exact എല്ലാ കാര്യങ്ങളും ഒന്ന് ക്ലിയർ ആണ്, നമുക്ക് പ്രോബ്ലം കൂടെ കഴിയണം. ഓക്കെ, തൽക്കാലം ഞാൻ പറയുന്നതെല്ലാം ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കുക, അതിന്റെ കഴിയുമ്പോഴേക്കെല്ലാം നമുക്ക് പ്രോപ്പർ ആക്കാം. ഓക്കെ, so here your slope equal to 1, right? So first case, when your slope equal to 1, your very next point xk plus 1 is nothing but xk plus 1 തന്നെയാണ്. Similarly, yk plus 1 is equal to yk plus 1 തന്നെയാണ്. ഓക്കെ, അതാണ് ഞാൻ ഈ പറഞ്ഞത്. 45 ഡിഗ്രി ആണെങ്കിൽ x2 എന്ന് പറയുന്നത് y കറസ്പോണ്ടിങ് ആയിട്ട് x2 തന്നെയാണ് വരും. y2 തന്നെ, രണ്ട് 45 ഡിഗ്രി ആയതുകൊണ്ട് സെയിം ആയിട്ട് തന്നെ വരും. And now when your m is less than 1, your x we are considering as the unit interval. Okay, so unit interval എന്ന് പറഞ്ഞാൽ x ആണ് പിന്നെ ലെസ് ദാൻ 1 എടുക്കുമ്പോൾ എക്സിലാണ് ഏറ്റവും കൂടുതൽ വേരിയേഷൻ വരുന്നത് അല്ലെ. സോ ഇവിടെ നോക്കിയാൽ ഞാൻ ഈ ഒരു ലൈൻ പ്ലോട്ട് ചെയ്യുന്നുണ്ട്, ഗ്രീൻ ലൈൻ. ഓക്കെ, സീ ദിസ് ഗ്രീൻ ലൈൻ. സോ
the variation is from 1 to 8. 1 to 8 in the variation. Similarly, when it comes to your y-axis, the variation is from 1 to 5. So the greater variation is along x-axis. Therefore, your interval, we are choosing x interval. X is increment. Okay. And your xk plus 1, your xk plus 1 is nothing but xk plus 1 then. Okay, we'll give some unit interval to xk. Okay, and here the thing that you need to find out is yk plus 1. Okay, yk plus 1 എങ്ങനെ കണ്ടെത്താനുള്ളതാണ് നോക്കുക. Okay, ഇനി അതേപോലെ സ്ലോപ്പ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ your y is your unit interval. Y ആണ് unit interval ആയിട്ട് എടുക്കുക. Okay, and here your yk is nothing but yk plus 1 is nothing but yk plus 1 എന്നുള്ള ഫോർമുല നമുക്ക് എടുക്കാം. And xk plus 1 എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞ പോലെ yk പ്ലസ് ഇവിടെ xk plus 1 നമുക്ക് ഡയറക്റ്റ് 2 എന്നുള്ള പോയിന്റ് നിന്ന് 3ലേക്കാണെങ്കിൽ xk plus 1 പോയിന്റ് 3 ആണ്. ഓക്കെ, പക്ഷെ yk plus 1 കേസിൽ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. എന്താ, എനിക്ക് ഐദർ yk എടുക്കാം അല്ലെങ്കിൽ yk plus 1 ടേം എടുക്കാം. ഓക്കെ, ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ഏതിനാണോ ക്ലോസർ ആയിട്ടുള്ളത്, ഇപ്പൊ d1 കുറവാണെങ്കിൽ yk എടുക്കണം, d2 ആണ് കുറവെങ്കിൽ yk plus 1 എടുക്കണം. ഓക്കെ, നൗ എന്ന് വെച്ചാൽ ഈ ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് എനിക്ക് ഇത് ജോയിൻ ചെയ്ത് പോയിട്ട് വേണം ഇവിടെ എത്താൻ, അല്ലെ? ഇതിപ്പം നമ്മൾ ഈ കാണുന്ന പോലെ ഇത് ഇത്രയും ഡിസ്റ്റൻസിലല്ല, നമുക്കറിയാം പിക്സൽസ് വളരെ ക്ലോസ് ബൈ ക്ലോസ് ആണ്. ഓക്കെ, വളരെ 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 ക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഓരോ പോയിന്റ്സ് ഉണ്ടാവുക, അല്ലെ? സോ അതുകൊണ്ട് തന്നെ ഏത് പോയിന്റ് എടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്, വെദർ ദ ടോപ്പ് പോയിന്റ് ഓർ ദ ബോട്ടം പോയിന്റ്. ഓക്കെ, right, now so how do we select that? Okay, അതാണ് അടുത്ത ചോദ്യം. Now we'll start with the first case, which is your m less than 1 case. Okay, for m less than 1. Okay, so for your slope m less than 1, നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വരിക നോക്കാം. Okay, so your basic equation, as you all know, is y is equal to mx plus c. Okay, so ഇതാണ് കേസ്. or എനിക്ക് ഇങ്ങനെ പറയാം, y is nothing but m into പുതിയ പോയിന്റ് ആണെങ്കിൽ yk plus 1 ആണെങ്കിൽ m into xk plus 1 plus c. Okay, ഇതാണ് അതിന്റെ ഒരു ബേസിക് ഇക്വേഷൻ. ഓക്കെ, നൗ സോ ഇത് കുറച്ചുകൂടെ ലോജിക് ക്ലിയർ ആക്കാൻ ഞാൻ ഒരു ഡയഗ്രാം പിന്നെ എന്താ പറയുക നമ്മുടെ സ്ക്രീനിന്റെ ഡയഗ്രാം ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. സ്ക്രീൻ വിൽ ലുക്ക് സംതിങ് ലൈക്ക് ദിസ്. Okay, so enlarged figure ആക്കി നമുക്ക് കാണാം. Okay, right. Now let this be my xk, let this be my yk. Xk plus 1, yk plus 1. Okay, now let's plot a line. M less than 1 എന്നുള്ള സ്ലോപ്പ് വരുന്ന ഒരു ലൈൻ വരക്കാം. Okay, the slope m is less than 1. Okay, right. Now ഈ ഒരു region consider ചെയ്യാം. Okay, so here, so as I said, your xk plus 1, xk plus 1 term is nothing but xk plus 1 ആണ്. Okay, so for example ഇത് 2 ആണെങ്കിൽ തൊട്ടടുത്ത പോയിന്റ് 3 ആയിരിക്കും. Okay, ഒരു ഇൻക്രിമെന്റ് 1 കൊടുത്താൽ കിട്ടുന്ന പോയിന്റ് ആണ് ഇത്. Okay, so ഈ ഒരു ഇന്റർവെല്ലിൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. You can just add it. Okay, തൊട്ടടുത്ത xk plus 2 ആണ് കിട്ടണമെങ്കിൽ xk plus 1 plus 1 ചെയ്താൽ മതി. Okay, you will get the x value. Now corresponding എനിക്ക് എന്ത് വേണം, y values. ഞാൻ ഇതാ പറഞ്ഞ, so you have a distance to see this. Let this distance be d1, let this distance be d2. Okay, so depending upon d1 and d2 distance we will select whether you have to take yk or yk plus 1. Okay, alright, so ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ഒരു പ്രശ്നം. ഏതാണ് സ്മോളർ ഏതാണ് ഗ്രേറ്റർ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ്, അല്ലെ? നമുക്ക് ഒരിക്കലും ഓരോ തവണ അത് ആക്ച്വൽ മെഷർമെന്റ് നടത്താൻ പറ്റില്ല. യു ഹാവ് ടു ഗീവ് സം കോഡിംഗ്. നമുക്ക് സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ ഒരു കോഡിംഗ് ഉണ്ടാവണം, അപ്പൊ അതിന് മാത്തമാറ്റിക്കൽ ബാക്കപ്പ് ഉണ്ടാവും. ഓക്കെ,
So based on a series of derivation base ചെയ്ത് they are getting a solution. Okay, and that is so ഇത് കാണാൻ വേണ്ടിയിട്ട് to determine whether yk or yk plus 1 is to be selected. Okay, നോട്ട് ചെയ്യാം, നോട്ട് ചെയ്യുക. To determine whether yk or yk plus 1 is to be selected. So ഇത് കാണാൻ വേണ്ടിയിട്ട് we will find out a decision parameter. Okay, so ഇതിൽ ഏതാണ് ഡിസൈഡ് ചെയ്യണം അല്ലെ, ഏത് പോയിന്റ് yk എടുക്കണോ yk plus 1 എടുക്കണോ അല്ലെ, yk plus 1 എടുക്കണോ yk എടുക്കണോ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സീരീസ് ഓഫ് ഡെറിവേഷൻ കഴിഞ്ഞ ലാസ്റ്റ് എൻഡ് റിസൾട്ട് ആണ്. ഓക്കെ, സോ അത് will be based on a decision parameter. Okay, we'll find out a decision parameter, and based on that parameter we'll take whether it is yk or yk plus 1. Okay, and the decision parameter is given as pk, which is equal to first initial ആയതുകൊണ്ട് p naught എന്ന് വിളിക്കാം. p naught is equal to 2 times delta y minus delta x. Okay, your decision parameter is given by the equation p naught is equal to 2 delta y minus delta x. Okay, now depending upon the p naught value ആണ് നമ്മൾ yk എടുക്കണോ yk plus 1 എടുക്കണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. Okay, so we have two cases. Okay, ഇത് ബേസ് ചെയ്ത് case 1 എന്താ, your p naught less than 1 ആണെങ്കിൽ, okay, if your p naught value is less than 1, എന്ത് ചെയ്യാ, your point will be, next point is nothing but xk plus 1 comma yk plus 1 എന്ന് വെച്ചാൽ p naught 1 less than 1 ആണെങ്കിൽ എന്ത് ചെയ്യുക, go with yk plus 1. Okay, ഇനി നെക്സ്റ്റ് പോയിന്റ് കാണണമെങ്കിൽ എന്ത് വേണം, എനിക്ക് വീണ്ടും ഒരു ഡിസിഷൻ പാരാമീറ്റർ കാണണം. ആൻഡ് ദാറ്റ് ഡിസിഷൻ പാരാമീറ്റർ ഇക്വേഷൻ pk plus 1 എന്ന് പറഞ്ഞാൽ pk plus ഒറിജിനൽ ഇവിടെ കിട്ടിയ pk plus 2 delta y is the equation. pk plus 2 delta y is the equation. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കേസ് 2 നിർബന്ധമായിട്ടുണ്ടാവും അല്ലെ. സോ കേസ് 2 എന്താ പറയുന്നത് വെച്ചാൽ നോട്ട് ചെയ്യാൻ, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേസ് 2 എന്താ പറയുന്നത് വെച്ചാൽ, സോ ഇഫ് യുവർ p naught value is greater than 1, right, it is greater than 1, നമ്മൾ എടുക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ p naught value ഒന്ന് greater than 1 ആണെങ്കിൽ xk plus 1 ഉം yk യും ആണ് എന്റെ പോയിന്റ്. ഓക്കെ, k plus 1 ഉം yk തൊട്ട് താഴത്തെ പോയിന്റ് ആണ് എടുക്കുക, p naught വാല്യൂ greater than 1 ആണെങ്കിൽ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ യുവർ നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് pk plus 1 is nothing but pk plus 2 times delta y minus 2 times delta x. Okay, so this is your decision parameter. Okay, ഇത്രയും കാര്യങ്ങളുണ്ട്, നമുക്ക് എല്ലാ ഇന്റർമീഡിയറ്റ് പോയിന്റ്സും കണ്ടുപിടിച്ചിട്ട് ത്രൂ ഔട്ട് ലൈൻ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ഇത് കണ്ടു നോക്കാം. ഇത് ക്ലിയർ ആണോ ഇതുവരെ? ഈ ഒരു ബേസിക് ലോജിക് ക്ലിയർ ആണോ? ഇക്വേഷൻ നിങ്ങൾ അങ്ങനെ പഠിച്ചു എല്ലാവരും? ഇത് ക്ലിയർ ആയാലും മുന്നോട്ട് പോകാനും അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? അറിയില്ലേ? ഓക്കെ. സോ ജസ്റ്റ് ഒന്നുകൂടെ പറയാം, എത്രയേ ഉള്ളൂ. ലൈൻ പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ പോയിന്റ്സും കിട്ടണം. ഫസ്റ്റ് പോയിന്റ് നമുക്കറിയാം xky, ഫസ്റ്റ് പോയിന്റ് 1 2 അല്ലെങ്കിൽ വാട്ടർ കേസ് ഫസ്റ്റും സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, സോ അത് ബേസ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് പോയിന്റ് ലാസ്റ്റ് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെൽറ്റ വൈയും ഡെൽറ്റ എക്സും കണ്ടെത്താം, കൂളായിട്ട് കണ്ടെത്താം അല്ലെ. സോ പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തൊട്ടടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ xk plus 1 ആണ്. ഓക്കെ, ഈ ഒരു കേസിൽ m less than 1 ആണെങ്കിൽ xk plus 1 ആണ്. 2 ആണ് ഫസ്റ്റ് പോയിന്റ് എങ്കിൽ എന്റെ സെക്കൻഡ് പോയിന്റ് പറഞ്ഞാൽ 3 തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ 3ക്ക് റെസ്പോണ്ടിങ് ആയിട്ടുള്ള y പോയിന്റ് ഏതാണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, യൂസിങ് ഫസ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ കണ്ടെത്തുക p naught. ഓക്കെ, 2 times delta y minus delta x വെച്ച് എന്ത് ചെയ്യുക, p naught കണ്ടെത്തുക. എന്നിട്ട് ചെക്ക് ചെയ്യുക whether p naught is less than 1 or greater than 1. ഓക്കെ, if it is less than 1 തൊട്ടടുത്ത yk plus 1 to 1 എടുക്കാം. ഓക്കെ,
If it is greater than 1, yk ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇനി വീണ്ടും എനിക്ക് ഡിസ്റ്റന്റ് പാരാമീറ്റർ വേണം, എന്നാലും എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഡിസ്റ്റന്റ് പാരാമീറ്റർ ഇക്വേഷൻ സിസ്റ്റം pk plus 1 is pk plus 2 delta. ഓക്കെ, റൈറ്റ്, ക്ലിയർ. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിക്കോളും. Let's note down this question. Draw the line using Bresshenham's algorithm. Bresshenham's algorithm with endpoints A 18,8 and B 28,16. Okay, so the line using Bresshenham's algorithm with endpoints A 18,8 and 28,16. Okay. തുടങ്ങില്ല, സൊല്യൂഷൻ തുടങ്ങാം. ഓക്കെ, ഒരു കണ്ടിന്യൂസ് സ്റ്റെപ്പ് എത്തിയതിനു ശേഷം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? നോട്ട് ഡൗൺ ദ പോയിന്റ്സ്. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് പോയിന്റ്. യുവർ x1 is 18, y1 is 8. Similarly, your x2 is 28 and y2 is 16. Right. So അങ്ങനെയാണെങ്കിൽ ആസ് ഐ സെഡ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഇവിടെ ഫസ്റ്റ് പോയിന്റ് 18 ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവാം. ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ x18 ഉം y18 ബി എന്നുള്ള പോയിന്റ് 28 ഉം 16 അല്ല, 28 ഉം 16 ഉം സംഭവം ചെയ്യാം. ഇത് ജോയിൻ ചെയ്തൊരു ലൈനാണ് വേണ്ടത്, ബി 28 ഉം 16. ഓക്കെ ഓക്കെ, സോ ഇതാണ് എക്സ് കെ. ഓക്കെ, എന്റെ ഫസ്റ്റ് എക്സ് കെ വൈ കെ ഇതാണ് എന്റെ ഫസ്റ്റ് പോയിന്റ്. എക്സ് കെ വൈ കെ ആണ്. ഓക്കെ, ഇനി തൊട്ടടുത്ത പോയിന്റ് നമുക്കറിയാം. പിന്നെ ഇത് സ്ലോപ്പ്, നമുക്ക് ഇത് തൊട്ടടുത്ത പോയിന്റ് ഏതാണെന്ന് പറയണമെങ്കിൽ ആദ്യം സ്ലോപ്പ് എടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, സോ ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ദ സ്ലോപ്പ്. ഓക്കെ, ദ സ്ലോപ്പ് we know that m is nothing but delta y divided by delta x ആണ്. അല്ലെ, delta y എന്ന് പറഞ്ഞാൽ is 8 divided by delta x is 10. Solving is getting us 0.8 which is less than 1. Okay, so if your slope is less than 1, slope less than 1 ആണെങ്കിൽ ഏതാണ് കണ്ടീഷൻ? നമ്മുടെ ഇതാണ് കണ്ടീഷൻ. സ്ലോപ്പ് ലെസ് ദാൻ 1 ആണെങ്കിൽ x is a unit interval. അപ്പോൾ xk plus 1 is xk plus 1 ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ഇതിൽ നെക്സ്റ്റ് പോയിന്റ് ഇടാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഡയറക്റ്റ് ആഡ് ചെയ്ത് പോയാൽ മതി. when it comes to your x axis, പക്ഷേ y ആക്സിസിലാണ് നമുക്ക് ഈ ഇഷ്യൂസ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കേസ് തന്നെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, so you need to find out the yk. Okay, so your slope is less than 1. So since your slope is less than 1, we will proceed here. Okay, so your slope is less than 1 ആയതുകൊണ്ട് you can proceed directly. എങ്ങനെ ചെയ്യാം? You can first of all find out the unit interval. അല്ലെ, നമുക്ക് ഫസ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ ആദ്യം കണ്ടെത്തണം. അല്ലെ, ഡിസിഷൻ പാരാമീറ്റർ. ഓക്കെ, y കണ്ടെത്താനുള്ള ഡിസിഷൻ പാരാമീറ്റർ. ഓക്കെ, which is p naught is equal to 2 times delta y minus delta x. Okay, so decision parameter p naught is equal to 2 delta y minus delta x. Right, so കാണാം. So 2 times delta y എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ആണ്, delta x 10 ആണ്. So 2 times 8 minus 10 കിട്ടും
value will be 6. Okay. ഇതെന്താ 6 value എന്താ നമ്മൾ ചെയ്യേണ്ടത്? അത് കഴിഞ്ഞവിടെ ഞാൻ പറഞ്ഞു. The next thing is we need to check whether it is less than 1 or greater than 1. Okay. So we know that 6 is greater than 1, right? So since your P naught value is greater than 1, എന്ത് ചെയ്യാം? നമ്മുടെ case 2 ആണ്. You have to apply the case 2. Right. Clear അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? Yes, sir. Right. So P naught 1 is greater than 1. Okay. So case 2 ന്റെ കേസ് നോക്കാം. Okay. Case 2 എന്താ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ your next point is xk plus 1 ഉം yk ഉം ആണ്. അല്ലേ? ശരിയല്ലേ? Your next point is xk plus 1 and yk. Yk എന്നല്ലേ? Okay. സോറി ഞാനേ ഇവിടെ എഴുതിയത് ചുരുങ്ങി വെച്ചിട്ടുണ്ട്. ഓർമ്മ ഇതാണ് yk plus 1. കേട്ടോ ഒന്ന് നോട്ട് ചെയ്യണം, മാറ്റണേ. xk plus 1 ഇത് yk ആണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ yk വരും. ഓക്കെ. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ xk plus 1 yk plus 1 ആണ്. ഓക്കെ. നോട്ട് ചെയ്യണേ. Yes, sir. Okay. So case 2 so case 2 ആണ്. So your point is എന്താണ്? Therefore since case 2 ആയതുകൊണ്ട് your pixel position will be is nothing but x k plus 1 comma y k plus 1. Okay. Alright. And very next pk plus 1 എന്നുള്ളത് is nothing but pk plus 2 times delta y minus 2 times delta x ആണ്. അല്ല, ആണ് കേസ്. സെക്കൻഡ് കേസ് pk plus 1 ഇതാണ്. Correct. Now ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യാൻ നമുക്ക് ഈ പാരലൽ ആയിട്ട് തന്നെ ഒരു ടാബുലേറ്റ് ചെയ്യാം. സ്റ്റാർട്ടിംഗ് വിത്ത് your k decision parameters. Next column decision parameter. Next one value of decision parameter. Bracket pk. Then new pixel. The last one value of next pixel. Okay, we will table form ചെയ്യാം. Starting with 0, 1. Okay. So first point നമ്മൾ കണ്ടെത്തി എന്താ? എൻ്റെ pk decision parameter എന്ന് പറയുന്നത് p naught is equal to 2 times delta y minus delta x ആണ്. അല്ലേ? ഇതാണ് ഫസ്റ്റ് കേസ്. ഇതാണ് 2 times delta y minus delta x. ഇനീഷ്യൽ ഫസ്റ്റ് കേസിൽ എപ്പോഴും ഫസ്റ്റ് ഇത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലേ? സോ ബേസ്ഡ് ഓൺ ദാറ്റ് എന്ത് കിട്ടി? ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. അപ്പൊ എനിക്ക് കിട്ടിയ വാല്യൂ ഓഫ് ഡിസിഷൻ പാരാമീറ്റർ എന്തായിരുന്നു? 6 ആയിരുന്നു. ഓക്കെ. സോ ന്യൂ പിക്സൽ കാണാൻ വേണ്ടിയിട്ട് എന്റെ ന്യൂ പിക്സൽ എന്നുള്ള പോയിന്റ് എന്താ? എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ പ്ലസ് 1 ആണ്, അല്ലെ? സോ ആസ് പെർ ദ റിസൾട്ട് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് എന്റെ പിക്സൽ പൊസിഷൻ ഈസ് എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ പ്ലസ് 1. ഓക്കെ. എന്ന് വെച്ചാൽ എന്റെ ന്യൂ പോയിന്റ് എനിക്ക് ഇങ്ങനെ പറയാം. എന്താ? എന്റെ ഫസ്റ്റ് പോയിന്റ് 18,8 ആണ്. So the next point will be 19,9. Right. Okay അല്ലേ? ഇത് തൊട്ടടുത്ത പിക്സൽ ആണ്. തൊട്ടടുത്ത പിക്സൽ 19 ന്റെ 19,9. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇനി എനിക്ക് അടുത്ത പോയിന്റ് കിട്ടണമെങ്കിൽ ഇതാണ് എന്റെ ഡിസിഷൻ പാരാമീറ്റർ. ഇനി ഇതല്ല എന്റെ ഡിസിഷൻ കണ്ടെത്തേണ്ട എന്റെ ഡിസിഷൻ പാരാമീറ്റർ ഇക്വേഷൻ ഇതാണ് പി കെ പ്ലസ് 1. ഓക്കെ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ മൈ പി കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു പി കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ സെക്കൻഡ് കേസ് P1 ആണ്, അല്ലെ? പി കെ ഞാൻ ഇനീഷ്യലി കെ വി ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം 0, റൈറ്റ്? 0 തൊട്ട് തുടങ്ങി. അപ്പൊ ഇനി എന്ത് വേണം? P1 കാണണം, അല്ലെ? P1. സോ P1 എന്തായിരിക്കും? P1 is equal to initial pk എന്ന് പറഞ്ഞാൽ p naught plus 2 times delta y. Delta y is 8 minus 2 times delta x which is 10. സോൾവ് ചെയ്താൽ p naught വാല്യൂ നമുക്കറിയാം 6 ആണ്, plus 16
minus 20, right? Right. So this is equal to 22 minus 20, which is 2. Okay. Again, it is greater than 1. Right. Again, your P naught values. So P1 value is greater than 1. Okay. Now we will tabulate here. P1 is equal to equation value P naught plus 2 times delta y minus 2 times delta x. Okay. Solving, you will get the value as 2. Okay. It is greater than 1. So the next point is xk plus 1, comma yk plus 1. Okay. So next point is 20, comma 10. Okay. Any again is greater on. Therefore, your next P2 same in P1 for the previous value P1 plus 2 times delta y minus 2 times delta x. Okay. We solve it over. P1 which is 2. P2 2 plus 2 times delta y is 16 minus 20. Okay. 18 minus 20, which is minus 2 will be the answer. Okay, so if it is less than 1, your next pixel will be xk plus 1 yk. So the pixel is xk plus 1 comma yk. So your next point is 21 comma 10. Clear or not? Good. Yes, sir. Right. Yes, sir. Okay. So any വീണ്ടും ഇതന്നെ കണ്ടിന്യൂ ചെയ്യാം. എന്ത് ചെയ്യാം? അടുത്ത കേസ് ഞാൻ പറയാം. 2 മിനിറ്റ്. ഓക്കെ. ഇതില് അടുത്ത കേസ് എന്താ വരാം? നെക്സ്റ്റ് കേസില് ഇവിടെ ഇപ്പം ലെസ് ദാൻ 1 ആയി. ഇതാണ് കേസ്. എക്സ് കെ പ്ലസ് 1 വൈ കെ എന്നുള്ള കേസാണ്. അതെന്താ? എക്സ് കെ പ്ലസ് 1 വൈ കെ എന്ന് പറഞ്ഞാണ് കേസ് എങ്കിൽ യുവർ നെക്സ്റ്റ് പിക്സൽ യൂസ് ഇതാണ് അല്ലെ. പി കെ പ്ലസ് 1 പി കെ പ്ലസ് 2 ടൈംസ് ഡെൽറ്റ വൈ. അപ്പൊ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ. P3 is equal to P2 pk plus 1 of equation pk plus 2 times delta y. Okay, plus 2 delta y. Value substitute P3 will be equal to P2 value minus 2 ആണ് plus 2 times 8, which is 16 minus 2, 14, which is greater than 1. Okay, and the next value is xk plus 1 comma yk plus 1. The next value is 22 comma 11. Okay, and then it continues. അങ്ങനെ ഇത് ഫുൾ ആയിട്ട് ചെയ്യാം. മൊത്തം ലാസ്റ്റ് ഏത് പോയിന്റ് 2816 വരെ കിട്ടുന്നത് വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റൈറ്റ്? Yes, sir. ഓക്കെ, നാളത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആരൊക്കെ ആബ്സെന്റ്? 4 പേര് ആബ്സെന്റ് ആയിരിക്കുമല്ലോ.